അപ്പോൾ നമ്മൾ പാലക്കാട്ട് ഒരു മറ്റേ CPM-ൻ്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയം സിൻഹ സാഹിബൊക്കെ ജയിച്ചൊരു സ്ഥലമാണത്. പക്ഷേ പിന്നീട് പാലക്കാട്ട് ഒരു പാർട്ടിയുടെ ഒരു നല്ലൊരു CPM കണക്കൂട്ടിയ സീറ്റിൽ പാലക്കാടുണ്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിയുന്നവരാണ് കണക്ക് കൂട്ടിയിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇത്ര പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണത്. കഴിഞ്ഞ കൊല്ലം തന്നെ അവിടെ നോക്കൂ, ഒരു ഓളത്തിൽ 10,000 വോട്ട് ജയിച്ചു വന്നതാണ് ശ്രീകണ്ഠൻ. ഒരു ഓളത്തിന് ജയിച്ചു 10,000 വോട്ടേ ഉള്ളൂ. 10,000 വോട്ടെന്ന് വെച്ചാൽ ഒരു ഭൂരിപക്ഷമൊന്നും അല്ല സത്യത്തിൽ. പക്ഷേ ശ്രീകണ്ഠൻ നല്ല എന്താ പറയുക ഒരു പൊതുസമ്മതനായ അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അവിടെ VK ശ്രീകണ്ഠൻ അവിടെ മത്സരിച്ചപ്പോൾ ശ്രീകണ്ഠനൊന്നും ജയിക്കില്ല, മറ്റേ CPM-ൻ്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് 10,000 വോട്ടിൻ്റെ ശ്രീകണ്ഠൻ ജയിച്ചു. പക്ഷേ ശ്രീകണ്ഠൻ പിന്നീട് ആ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങ് മുറുകെ പിടിച്ചു. അത് അട്ടപ്പാടിയിലാണെങ്കിലും ശരി, മണ്ണാർക്കാടാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ശ്രീകണ്ഠൻ അവിടെ എത്തുകയാണ്. മഴക്കാലത്ത് എത്തും, വേനൽക്കാലത്ത് എത്തും, കുടിവെള്ളത്തിനും എത്തും. ഒരു MLA-യുടെ പണി പോലെ ശ്രീകണ്ഠൻ ചെയ്തു. അപ്പോൾ എന്താണ് ഇത്തവണ അവിടെ പാർട്ടിയുടെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനാണ് എത്തിയതെങ്കിൽ പോലും അവരുടെ MP എന്ന നിലയ്ക്ക് അവർ ശ്രീകണ്ഠനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതാണ് നിഗമനങ്ങൾ. അപ്പം അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല വരുന്നത്. ശ്രീകണ്ഠൻ എന്ന വ്യക്തിയും രാഷ്ട്രീയ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ സംഭവമായിരുന്നു കോഴിക്കോട് കഴിഞ്ഞ മുമ്പത്തെ പ്രശ്നം നടന്നു. അതെ തന്നെ, അത് തന്നെ. അതെ രാഘവേട്ടനും വിജയരാഘവനും തമ്മിൽ മത്സരിച്ചു. അതെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ശ്രീകണ്ഠനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ചീത്ത അഭിപ്രായം ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ MP ഒന്നും ചെയ്തില്ലെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ശ്രീകണ്ഠൻ ഒരു MP എന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണക്കാരൻ, ഒരു MLA-യുടെ തലത്തിലേക്ക് പുള്ളി ഇറങ്ങി പ്രവർത്തിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ആ മണ്ഡലം നിലനിർത്തണമെന്ന് ശ്രീകണ്ഠൻ ആഗ്രഹമുണ്ട്. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ആദ്യം ജയിച്ച ശ്രീകണ്ഠൻ 10,000 ആണെങ്കിൽ ഇത്തവണ എനിക്കൊരു 50,000 ആക്കണം എന്നൊരു ചിന്തയോടെ അവിടെ പ്രവർത്തിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ശ്രീകണ്ഠൻ ഒതുങ്ങി നിന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഷാഫി പറമ്പിലിൻ്റെ പാലക്കാട് ടൗണിലത്തെ ആ തെരഞ്ഞെടുപ്പ് വിജയവും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു മതേതരത്വ മുഖമൊക്കെ യുവത്വത്തിൻ്റെ ഇതൊക്കെ എല്ലാം കൂടെ വന്നപ്പോഴേ അത് നിലനിർത്താൻ പറ്റുന്ന ഒരു ചിന്ത ശ്രീകണ്ഠൻ വന്നിട്ടുണ്ട്.